വെൽക്കം ബാക്ക്. സോയാബീൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അധികം മസാലക്കൂട്ടുകളൊന്നും ഇല്ലാതെ വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. 100 ഗ്രാം സോയാബീനാണ് എടുത്തിട്ടുള്ളത്. 3 പേർക്ക് കഴിക്കാൻ തന്നെ മതിയാകും. ആദ്യം സോയാബീൻ വേവിച്ചെടുക്കണം. അതിന് വേണ്ടി സോയാബീനും കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 10-15 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി വെക്കണം. സോയാബീൻ തിളച്ച് വരുമ്പോഴേക്കും അതിലേക്കുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം റെഡിയാക്കി വെക്കാം. 2 ചെറിയ സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയാണുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുക്കണം. 10 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്ത സോയാബീന് വെള്ളം ഊറ്റി മാറ്റി വെക്കണം. വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. മസാല തയ്യാറാക്കാൻ വേണ്ടി പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുത്ത സവാള ചേർത്തു. സവാള വഴറ്റിയെടുക്കണം. ചെറിയ ചൂടിൽ 5-6 മിനിറ്റ് വഴറ്റിയെടുത്താൽ സവാള റെഡിയായി കിട്ടും. വഴറ്റിയെടുത്ത സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി ഉടച്ചെടുക്കണം. അതിനുശേഷം ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. മുളക് പൊടിയും നിറത്തിനാവശ്യമായി കാശ്മീർ മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തു. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇനി നേരത്തെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച സോയാബീൻ ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ ചൂടിൽ വേവിച്ചെടുത്താൽ നല്ല അടിപൊളി സോയാബീൻ ഉപ്പേരി റെഡിയാകും. ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി സോയാബീൻ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലാണ്. നല്ല ഹെൽത്തിയാണ്, പ്രോട്ടീൻ ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.